2-3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ റൂമിലുള്ള സുഹൃത്ത് പറയുകയാണ്, എടാ നമ്മളെ ബാത്റൂമിന്റെ വേസ്റ്റ് പോകുന്ന വാൾവിൽ എന്തോ കയറി അടഞ്ഞിരിക്കുന്നുണ്ട്, ഭയങ്കരമായ വൃത്തികെട്ട എന്തോ സൗണ്ടൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിന്റെയൊക്കെ തൊണ്ട ഉണ്ടാക്കുമ്പോ ഞാൻ നീയൊക്കെ പറഞ്ഞ രീതിയിൽ കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നാണം കുണിങ്ങിയൊക്കെ വരാം. പിന്നെ നിന്റെയൊക്കെ ചെലവിലാവട്ടെ. നീയൊക്കെ 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇടും. നീയൊക്കെ പറയണ രൂപത്തിൽ ഞാൻ വരാം. തുണിയിലിടണോ വരാം. പക്ഷെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുമ്പോ നിന്റെയൊക്കെ അഡ്രസ് അപ്പോഴും നിന്റെയൊക്കെ വീട്ടിൽ വന്ന് നിൽക്കും. എന്നിട്ട് പറയും, പന്തനോട് ചോദിക്കും, നീ ഉണ്ടാക്കിയോടോടെ എന്നെ നിന്റെ മകൻ പറഞ്ഞ രീതിയിൽ ഞാൻ നടക്കാൻ. അപ്പൊ പോട്ടെ മക്കളെ, ഇനി ചൊറിയാൻ നിൽക്കരുത്. മാന്തു എടാ, ആരാടാ ഇത്രയും ദാരിദ്ര്യം പിടിച്ചവന്മാര്? ഇതിലൊക്കെ പോയി കമന്റ് ഇടുന്ന ഇത്രയും ദാരിദ്ര്യം പിടിച്ചവന്മാർ ആരാടാ? ഞരമ്പുകള്. എന്റെ പൊന്നാറ മക്കളെ, നിനക്കൊക്കെ നാണയില്ലടാ ഇതിലൊക്കെ പോയിട്ട് കമന്റ് ഇടാൻ വേണ്ടിട്ട്. എന്ത് പറയാനാണ്, ഇത്രയ്ക്ക് ദാരിദ്ര്യമോ ഇതിലൊക്കെ പോയിട്ട് കമന്റ് ഇട്ടിട്ട് ഇവളെയൊക്കെ വായിരിക്കണ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇവളൊക്കെ വരുമ്പോൾ കുറെ ഓൺലൈൻ ചാനലുകാർ ചെന്നിട്ട് ചോദ്യം ചോദിക്കാൻ ആദ്യം ഈ വക്ക് പൊട്ടിയന്മാരെയാണ് പിടിച്ചടിക്കേണ്ടത്. മുമ്പെന്തോ ഞാൻ ഇവളുടെ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. അതിൽ ഇവള് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഇവള് ഡേറ്റിങ്ങിന് പോണത്. ഇപ്പം മറ്റേതിൻ്റെ പേര് ഡേറ്റിംഗ് ആണ്, എനിക്കറിയില്ല, നമുക്കിതൊന്നും അറിയില്ല, നമ്മളിപ്പോൾ പഴയ ആൾക്കാരാണല്ലോ. അപ്പോൾ ഡേറ്റിങ്ങിന് പോണത് നമ്മളെ മക്കളാണ് തീരുമാനിക്കുന്നത്, ഇന്ന ആൾ കൊള്ളാമോ ഇന്ന ആൾ കൊള്ളൂലെന്ന്. പാരമ്പര്യമാണ് കേട്ടോ, പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതാണ്. അല്ല, ഞാൻ അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണം, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ ഇതിനൊക്കെ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട്? കമൻ്റ് ഇടാൻ പറ്റിയ സാധനമാണേ മക്കളെ, ഒന്നും പറയാനില്ല. അപ്പോൾ പ്രിയപ്പെട്ട ചേച്ചിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേച്ചി എന്ന് വിളിക്കുന്ന നിങ്ങൾ എൻ്റെ കുടുംബക്കാരായതുകൊണ്ടൊന്നുമല്ല, പൊതുവെ വിളിക്കുന്നതാണ് നമ്മൾ ചേച്ചിമാരെന്ന്, അല്ലെങ്കിൽ അതൊക്കെ. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ആണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം മാന്യതയില്ലാത്ത രീതിയിൽ ഡ്രസ്സ് ധരിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പൊതുവെ കാണുന്ന ആൾക്കാർക്ക് പ്രതികരിക്കാൻ തോന്നും. പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ഇതങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പം പ്രതികരിക്കും മലയാളികൾ. ചിലപ്പോൾ മോശമായ കമൻ്റ് ഇട്ടായിരിക്കും പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഇട്ടായിരിക്കും പ്രതികരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈ കമൻറ്റുകൾ ഇടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ കമൻറ്റുകൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അരിശം കൊള്ളുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളൂടി മനസ്സിലാക്കണം. നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിച്ച് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് നിങ്ങളെപ്പോലുള്ളവർ എന്ത് മെസ്സേജാണ് ഈ നാടിന് കൊടുക്കുന്നത് എന്നുകൂടി ഓർക്കണം, മനസ്സിലായില്ലേ? നിങ്ങൾ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ ഡ്രസ്സ് ധരിച്ചിട്ടൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ നിങ്ങളും പല വീഡിയോസുകളും ഞാൻ കാണാറുണ്ട്, എല്ലാം നല്ല വേഷമാണ്, മാന്യതയ്ക്ക് നിരക്കുന്ന വേഷമാണ്. നമ്മളെ മലയാളികൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, നമ്മളെ ചെറിയ മക്കൾക്ക്, കുഞ്ഞു വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വേഷങ്ങളാണ് നിങ്ങളിടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ പറയുക, ഒരു ഐക്കോണിക്കാണ്. വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, വാട്ട് എ ഫെൻറ്റാസ്റ്റിക് ഇലാസ്റ്റിക് റബ്ബർ ലാസ്റ്റിക്കാണ്. എന്നിട്ട് പറയണേ, വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്നവരുടെ വീട്ടിൽ വന്നിട്ട് തന്തയോട് ചോദിക്കും. തന്തയോട് ചോദിക്കാൻ പോണൊക്കെ കൊള്ളാം, തന്തമാരിപ്പോൾ ശരിയല്ല എന്നാ പറയുന്നത്. ഓരോ തന്തമാരുമായിട്ട് ഡേറ്റിംഗ് ഒന്നും ആക്കണ്ട, അത്രയേ പറയുന്നു. എന്നാലും ഞാനൊരു കാര്യം പറയാം, എടാ, കമൻ്റ് ഇടുന്ന പോണവന്മാരുടെ അടുത്ത് പറയാനുള്ള കുറച്ച് മാന്യമായിട്ടുള്ള കമൻറ്റുകൾ ഇടണം കേട്ടോ.